2016 മുതലുള്ള LDF ഭരണം 10ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ എല്ലാ മേഖലയിലുമുള്ള നാടിന്റെ വലിയ പുരോഗതി കാണാൻ കഴിയുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിന്റെ മാറ്റവും പുരോഗതിയും ജനങ്ങൾ ഏറ്റെടുത്തെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 2016-ൽ UDF അധികാരത്തിൽ തുടർന്നിരുന്നുവെങ്കിൽ സംസ്ഥാനത്ത് ഈ മാറ്റം ഉണ്ടാകുമായിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും വലിയ പുരോഗതി ഉണ്ടായി. കോവിഡിനെ നാം അതിജീവിച്ചുവെന്നും UDF ആണ് ഭരിച്ചിരുന്നതെങ്കിൽ ആശുപത്രികൾ അടച്ചുപൂട്ടുമായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. LDF സർക്കാരിൻ്റെ വാർഷികാഘോഷത്തിൽ തിരുവനന്തപുരത്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടും മുഖ്യമന്ത്രി പുറത്തിറക്കി. 2016-ൽ LDF എല്ലാ അധികാരത്തിൽ വന്നത് എന്ന് സങ്കല്പിക്കുക. UDF അധികാരത്തിൽ തുറന്നിരുന്നുവെങ്കിൽ ഈ മാറ്റമായിരുന്നോ കേരളത്തിലുണ്ടാവുക? പൊതുവിദ്യാഭ്യാസ രംഗത്ത് സമൂലമായ മാറ്റം വന്നു. കോവിഡ് വന്നപ്പോൾ ലോകമാകെ അതിനു മുന്നിൽ വിറങ്ങലിച്ചു നിന്നു. എന്നാൽ രാജ്യവും ലോകവും കേരളത്തെ അത്ഭുതാതരങ്ങളോടെ നോക്കി നിന്നു. 2016-ൽ LDF അല്ല അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? UDF ആണ് അധികാരത്തിൽ തുറന്നിരുന്നെങ്കിൽ നമ്മുടെ ആശുപത്രികൾ പലതും ഇല്ലാത്ത അവസ്ഥയിലാകുമായിരുന്നു. നൃപൻ ചക്രവർത്തി ചേരുന്നു. നൃപൻ, LDF സർക്കാരിൻ്റെ 4ാം വാർഷിക ആഘോഷങ്ങളുടെ സമാപനം ഇന്ന് തിരുവനന്തപുരത്ത് നടന്നു. മുഖ്യമന്ത്രി വളരെ ദീർഘമായി തന്നെ കാര്യങ്ങൾ സംസാരിച്ചു. എങ്ങനെയാണ് ഇന്ന് വാർഷികാഘോഷങ്ങൾ പൂർണ്ണമായത്? മുഖ്യമന്ത്രി എന്തൊക്കെയാണ് പറഞ്ഞത്? ഷമ്മി, LDF സർക്കാരിൻ്റെ 4ാം വാർഷികത്തിൻ്റെ സമാപന സമ്മേളനം പുത്തരിക്കണ്ടം മൈതാനിയിൽ തടിച്ചുകൂടിയ 10,000-ങ്ങൾക്ക് മുന്നിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ 4ാം വർഷത്തിൽ സർക്കാർ 9 വർഷം പൂർത്തിയാക്കി 10ാം വർഷത്തിലേക്ക് 1ാം പിണറായി സർക്കാർ മുതൽ കണക്കാക്കുകയാണെങ്കിൽ 10ാം വർഷത്തിലേക്ക് ഈ രണ്ടാമത്തെ പിണറായി സർക്കാർ 4ാം വർഷം പൂർത്തിയാക്കുന്നു, 5ാം വർഷത്തിലേക്ക് കടക്കുന്നു. അതായത് സർക്കാർ ഈ വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രകാശനം ചെയ്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇന്ന് വേദിയിൽ സംസാരിച്ചത്. എണ്ണി സർക്കാർ പിണറായി സർക്കാർ വന്ന ശേഷം സംസ്ഥാന സർക്കാരിന് 2016 മുതൽ ഉള്ള നേട്ടങ്ങൾ അതിനു മുൻപുള്ള സർക്കാരും തമ്മിലുള്ള താരതമ്യം ചെയ്തുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി ഇന്നത്തെ യോഗത്തിൽ സംസാരിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൊതുവിദ്യാഭ്യാസ രംഗം, ഒപ്പം തന്നെ ആരോഗ്യരംഗത്തുള്ള മാറ്റം, അടിസ്ഥാന സൗകര്യ വികസനത്തിലുണ്ടായ പ്രധാനപ്പെട്ട മെച്ചപ്പെടൽ, വികസന രംഗത്ത് ഉണ്ടായ വലിയ കുതിച്ചുകയറ്റം, വിഴിഞ്ഞം പദ്ധതി പോലെയുള്ള കേരളത്തിൻ്റെയും പ്രത്യേകിച്ച് തലസ്ഥാനത്തിൻ്റെയും നാഴികക്കല്ലായി മാറുന്ന വികസന പദ്ധതിയിലുണ്ടായ വലിയ മാറ്റം, അങ്ങനെ ഇച്ഛാശക്തിയോടുകൂടി ഒരു സർക്കാർ പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടായ നേട്ടങ്ങൾ ഓരോന്നോരോന്നായി എണ്ണി പറഞ്ഞാണ് മുഖ്യമന്ത്രി ഇന്ന് സംസാരിച്ചത്. അതാണ് നേരത്തെ മുഖ്യമന്ത്രിയുടെ പ്രതികരണമായി നമ്മൾ പ്രേക്ഷകർ മുന്നിൽ കേൾപ്പിച്ചതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കോവിഡ് പോലത്തെ മഹാമാരി വന്നപ്പോൾ കേരളം എങ്ങനെയാണ് അതിജീവിച്ചത്? അങ്ങനെ കോവിഡ് വരുമെന്ന് കരുതി കേരളത്തിലെ ആരോഗ്യ സംവിധാനങ്ങൾ നേരത്തെ മുൻകൂട്ടി തയ്യാറാക്കിയതല്ല, മറിച്ച് കേരളം നേടിയ നേട്ടങ്ങളാണ്. ആരോഗ്യരംഗത്ത് ചിട്ടയായി നടത്തിയ പ്രവർത്തനങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനങ്ങൾ, അത്തരം ഒരു കാര്യങ്ങളിൽ ആരോഗ്യരംഗത്തുണ്ടായ നേട്ടങ്ങളുടെ കൂടെ ഒരു വിജയമാണ് കോവിഡ് കാലത്ത് നമുക്കുണ്ടായ നേട്ടം. മറിച്ച് 2016 മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ പോലത്തെ അവസ്ഥയായിരുന്നു എങ്കിൽ കോവിഡ് കാലത്ത് ഈ പറഞ്ഞ ആശുപത്രികൾ അടച്ചുപൂട്ടുന്ന ആകുമായിരുന്നു ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളും, പൊതുവിദ്യാഭ്യാസ രംഗത്ത് സ്കൂളുകൾ അടച്ചുപൂട്ടുന്ന സ്ഥിതി ഉണ്ടായി. അതിൽ നിന്ന് പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പുതിയ സ്കൂളുകൾ തുറന്നു. 10 ലക്ഷം വിദ്യാർത്ഥികളുടെ വർധനവാണ് കേരളത്തിൽ പുതുതായി ഉണ്ടായത് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ. അങ്ങനെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾക്ക് ദേശീയ അംഗീകാരങ്ങൾ, അന്തർദേശീയ അംഗീകാരങ്ങൾ, ഇന്റർനാഷണൽ ആയിട്ടുള്ള നിരവധി ബഹുമതികൾ ലഭിക്കുന്നു. അങ്ങനെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് കേരളത്തിലെ നേട്ടങ്ങൾ, ഒപ്പം തന്നെ ക്ഷേമ പെൻഷനുകൾ, ലൈഫ് പോലത്തെ പദ്ധതികൾ, അവയൊക്കെ ഒരു തുടർച്ചയാണ്. വികസനം സർവ്വതല സ്പർശിയാണ്. വികസനത്തിന് രുചി നമ്മുടെ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ അനുഭവിക്കണം. അത്തരത്തിലുള്ള ഒരു സർക്കാരിൻ്റെ മുന്നോട്ട് പോകാനാണ്. ഇനിയും സർക്കാരിന് മുന്നോട്ട് പോകാനുണ്ട്. അതിൽ കേരളത്തിലെ ജനങ്ങളുടെ ആകമാനം പിന്തുണയുണ്ട്. ഈ 2016-ൽ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ജനങ്ങൾ ചൊല്ലുണ്ടായിരുന്നു, LDF വരും, എല്ലാം ശരിയാകും. അത് ഈ 9 വർഷം കൊണ്ട് ജനത്തിന് ബോധ്യപ്പെട്ടു. അത്
സാർത്ഥകമായിരിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. നിർമ്മാണ പ്രവർത്തനങ്ങളിലുണ്ടായ പ്രശ്നങ്ങൾ അത് ദേശീയപാത അതോറിറ്റി പരിഹരിക്കുകയും പരിശോധിക്കുകയും ചെയ്യും. ഇക്കാര്യത്തിൽ സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പല്ല ഇക്കാര്യങ്ങൾ പരിശോധിക്കേണ്ടത്. പക്ഷേ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് അറിയിക്കും. എവിടെയെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നതുകൊണ്ട് ദേശീയപാത മുഴുവൻ പൊളിഞ്ഞുപോയി എന്ന് കരുതേണ്ടതില്ല. അങ്ങനെ ദേശീയപാത പൊളിഞ്ഞുപോയി എന്ന് കരുതുന്നവർ മനപ്പായസം ഉണ്ണുകയും വേണ്ട. ആ പദ്ധതിയുമായി ദേശീയപാത എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ LDF സർക്കാരിൻ്റെ കാലത്താണ് നടപ്പിലായത്. കാരണം ഭൂമി ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് 5600 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ഇതിനുവേണ്ടി മാറ്റിവെച്ചത്. ഇതുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനത്തിന് അപാകത പരിഹരിക്കാനുള്ള നടപടി കേന്ദ്ര സർക്കാർ സ്വീകരിക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ആ ലക്ഷ്യം യാഥാർത്ഥ്യമായത് LDF സർക്കാർ അധികാരത്തിൽ വന്നതുകൊണ്ട് മാത്രമാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് പേരാണ് ഇന്നത്തെ ഈ പുത്തരിക്കണ്ടം മൈതാനിയിലെ ഈ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തത്. ചിട്ടയായ പൊതുയോഗത്തിൽ മന്ത്രിമാരടക്കം അണിനിരന്നു. ആ യോഗത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ വികസന നേട്ടങ്ങൾ എണ്ണി ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചത്. ഷമ്മി. നൃപനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.